അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മുടെ സീക്രട്ട് ഏജന്റും വരികയാണ് എന്നാണ് കേൾക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഭൂരിപക്ഷവും അത് പറയണതെന്ന് പറഞ്ഞാൽ കൺഫേം ആണെന്നാണ്. അതായത് സീക്രട്ട് ഏജന്റ് എന്തായാലും ബിഗ് ബോസിനകത്തേക്ക് വൈൽഡ് കാർഡായിട്ട് പോവും. അതേപോലെ തന്നെ ഏകദേശം സീക്രട്ട് ഏജന്റ് കൂടാതെ തന്നെ 5 പേരും കൂടെ വൈൽഡ് കാർഡായിട്ട് വരും. ഇപ്പം ഞാൻ പറയാല്ല, ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സീസൺ 6 അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാര്യം കണ്ടിരിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് ശോകമായിട്ടുള്ള എപ്പിസോഡുകളായിട്ടാണ് പല എപ്പിസോഡുകളും എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എല്ലാ എപ്പിസോഡും അങ്ങനെ കുത്തിയിരുന്ന് കാണാറൊന്നുമില്ല. ചില എപ്പിസോഡൊക്കെ കാണും, കുറേയൊക്കെ അവിടുന്ന് പറഞ്ഞാൽ ഓടിച്ചു വിട്ടൊക്കെ എന്തെങ്കിലും കണ്ടാലുള്ളൂ. അങ്ങനത്തെ കാര്യം അത്രയും വെറുപ്പിക്കലാണ്. ഇപ്പോൾ അവിടുത്തെ ജാസ്മിൻ ആണെങ്കിലും അതേപോലെ ഗബ്രി ആണെങ്കിലും ഇവർ രണ്ടുപേരാണ് മെയിനായിട്ട് വെറുപ്പിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ ആരും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയുണ്ട്. പക്ഷെ പറയാല്ല, ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് ഇപ്പോൾ സീസൺ 5 കണ്ടസ്റ്റൻസിനെ നോക്കുമ്പോൾ കുറേയൊക്കെ മെച്ചമാണ് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ശോക സീസണായിട്ടാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സീസണിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് വൈൽഡ് കാർഡുകൾക്ക് വിന്നറാവാൻ പറ്റുന്ന ഒരു അവസ്ഥയിനകത്താണ് ഇപ്പോഴത്തെ സീസണിൻ്റെ പോക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈൽഡ് കാർഡ് വരുന്ന ഈ പറഞ്ഞ 6 പേര്, അതായത് സീക്രട്ട് ഏജന്റ് അടക്കമുള്ള 6 പേര്, സീക്രട്ട് ഏജന്റും പിന്നെ അതേപോലെ തന്നെ ഇത് അഭിലാഷ് പോട്ടെ പേരൊന്നും ഞാൻ ഓർക്കുള്ള, ബാക്കി വന്നവരെ ഇപ്പോൾ വന്നവരിനകത്ത് തന്നെ അത്യാവശ്യം രാജാക്കന്മാരാവാൻ സാധ്യതയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും നല്ലൊരു കിടിലൻ സീസൺ ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സീക്രട്ട് ഏജന്റ് പുറത്തിരുന്നിട്ട് ഭയങ്കര ഡയലോഗുകളൊക്കെ അടിക്കാറുണ്ട്. അതായത് അവർ നന്നായിട്ട് കളിക്കാനുള്ള മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി റിവ്യൂ ഒക്കെ പറയാറുണ്ട്. എനിക്ക് സീക്രട്ട് ഏജന്റിൻ്റെ വീഡിയോസ് ഞാൻ അത്യാവശ്യം എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പോൾ പുള്ളി അത്യാവശ്യം ഡയലോഗ് അടിക്കാറുണ്ട്. അപ്പോൾ പുള്ളി പോയിട്ട് ഇനി പുള്ളി എന്ത് കളിക്കും, അവിടെ ചെന്നിട്ട് ഭയങ്കര ഭീകരമായിട്ട് കളിക്കുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വാല് പിടിച്ച് നടക്കുമോ, ഇതൊന്നും നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. പുള്ളി അതിൻ്റെ ഉള്ളിൽ കയറിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി നാളെ കയറുമെന്നാണ് അറിയാൻ പറ്റിയത്. അതായത് പുള്ളി ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ലാലേട്ടൻ്റെ പ്രൊമോയൊക്കെ വന്നിട്ടുണ്ടായി. ലാലേട്ടൻ ജാസ്മിനെ ഫയർ ചെയ്യണ രീതിയിലുള്ള പ്രൊമോയൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഓരോ സീസൺ കഴിയുമ്പോഴും ഞാൻ പറയാം, ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ഹോസ്റ്റ് ഉണ്ടല്ലോ, പുള്ളി അങ്ങോട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. ഓരോ സീസൺ കഴിയുമ്പോഴും പുള്ളി ഫയർ ആയിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് തന്നെ ലാലേട്ടൻ മിക്കവാറും പൊളിച്ചെടുക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ വീക്കെൻഡ് എപ്പിസോഡൊക്കെ നല്ല സെറ്റ് വീക്കെൻഡ് എപ്പിസോഡാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു സെറ്റ് വീക്കെൻഡ് എപ്പിസോഡായിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പ്രൊമോയൊക്കെ അടിപൊളിയാണ്. പ്രൊമോ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ലാലേട്ടൻ മിക്കവാറും പൊളിച്ചടുക്കും ഇന്നത്തെ എപ്പിസോഡ്. അപ്പം നാളെ ആയിരിക്കും മിക്കവാറും വൈൽഡ് കാർഡുകളും കാര്യങ്ങളൊക്കെ കയറാം. അപ്പോൾ എന്തായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും നല്ല ഹൈപ്പ് ഉണ്ട് വൈൽഡ് കാർഡ് വന്നതിനകത്ത്. അപ്പോൾ അതൊക്കെ ഇനി എന്താവും, ഷോക്ക് ആവേണ്ടി ഇരുന്നാൽ മതിയായിരുന്നു. എന്തായാലും നല്ല വൈൽഡ് കാർഡുകൾ തന്നെ ആയതായിരുന്നു ഇവരൊക്കെ. അതിൻ്റെ അകത്ത് കയറി മര്യാദക്ക് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും എനിക്ക് ഈ സീസൺ അങ്ങോട്ട് കുത്തിയിരുന്ന് കാണണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിനൊത്ത വൈൽഡ് കാർഡുകൾ തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.